സുകുമാരക്കുറുപ്പ്, കേരളത്തിൻ്റെ ഏറ്റവും ദുരൂഹമായ ഒളിവ് പ്രതിയുടെ കഥ. കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇന്നും ഉത്തരമില്ലാത്ത ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണ് സുകുമാരക്കുറുപ്പ്. 1984 നടന്ന ചാക്കോ വധക്കേസിന് ശേഷം ഒളിവിൽ പോയ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെയായി പോലീസിന്റെ പിടിയിലായിട്ടില്ല. കാലം കടന്നു പോയിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും പുതിയ മൊഴികളും ഇടയ്ക്കിടെ ഉയർന്നു വരുന്നു. സുകുമാരക്കുറുപ്പ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സ്വദേശിയാണ്. പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് സൈനിക സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം വിവാഹിതനായി കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ പ്രകാരം സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളും അദ്ദേഹത്തെ വലിയ സമ്മർദ്ദത്തിലാക്കി. ഈ സാഹചര്യത്തിലാണ് സ്വന്തം പേരിൽ ഉയർന്ന തുകയ്ക്ക് ജീവൻ ഇൻഷുറൻസ് പോളിസികൾ എടുത്തതെന്നും പിന്നീട് ആ തുക തട്ടിയെടുക്കാൻ ഒരു ഗൂഢാലോചന ആസൂത്രണം ചെയ്തതെന്നും പോലീസ് കണ്ടെത്തി. അന്വേഷണ പ്രകാരം സ്വന്തം മരണം നടന്നതായി വിശ്വസിപ്പിക്കാൻ തൻ്റെ ശരീരഘടനയോട് സാമ്യമുള്ള ഒരാളെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിക്കണമെന്നായിരുന്നു പദ്ധതി. ഇതിനായി അടുത്ത സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സഹായം ലഭിച്ചതായി അന്വേഷണ രേഖകൾ പറയുന്നു. എന്താണ് ചാക്കോ വധക്കേസ്? എന്തിനായിരുന്നു ചാക്കോ വധക്കേസ്? 1984 ജനുവരി 21 ചാക്കോ എന്ന യുവാവിനെ യാത്രയുടെ പേരിൽ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി മൃതദേഹം കാറിനുള്ളിൽ വെച്ച് തീ കൊളുത്തി എന്നാണ് കേസ്. പിന്നീട് അത് സുകുമാരക്കുറുപ്പിന്റെ മൃതദേഹമാണെന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തുക കൈപ്പറ്റാനായിരുന്നു ശ്രമമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ മൃതദേഹം പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പല സംശയങ്ങളും ഉയർന്നു. ദന്തപരിശോധന, ശരീരഘടന, മറ്റ് തെളിവുകൾ എന്നിവ പരിശോധിച്ചതോടെ കത്തിക്കരിഞ്ഞത് സുകുമാരക്കുറുപ്പല്ലെന്നും മറ്റൊരാളാണെന്നും വ്യക്തമായി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അത് ചാക്കോയാണെന്ന് തിരിച്ചറിഞ്ഞത്. കേരള പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. കേസിൽ ഉൾപ്പെടുത്തതായി കണ്ടെത്തിയ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഇൻഷുറൻസ് തട്ടിപ്പ് എന്നിവ സംബന്ധിച്ച തെളിവുകൾ ശേഖരിച്ചു. കേസിലെ ചില പ്രതികൾ പിന്നീട് ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ മുഖ്യപ്രതിയായ സുകുമാരക്കുറുപ്പ് ഇതിനകം ഒളിവിൽ പോയിരുന്നു. 4 പതിറ്റാണ്ടുകളുടെ ഒളിവ്. കുറ്റകൃത്യത്തിന് ശേഷം സുകുമാരക്കുറുപ്പിനെ കുറിച്ച് നിരവധി വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നു, നേപ്പാളിലാണ്, ബംഗ്ലാദേശിലുണ്ട്, വ്യാജ പേരിൽ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നു തുടങ്ങിയ നിരവധി അവകാശവാദങ്ങൾ ഉയർന്നു. എന്നാൽ ഇവയൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. കേരള പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും വിവിധ അന്വേഷണ ഏജൻസികളും പലതവണ അന്വേഷണം പുതുക്കിയെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 2026 സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണമായത് ഹരിപ്പാട് സ്വദേശിനിയും വിരമിച്ച നഴ്സുമായ രത്നമ്മയുടെ വെളിപ്പെടുത്തലാണ്. രത്നമ്മയുടെ മൊഴിപ്രകാരം 1988 അവർ അന്നത്തെ ബീഹാറിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ജാർഖണ്ഡിലെ ബൊക്കാറോ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം മലയാളം സംസാരിക്കുന്ന ഒരു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗിയുടെ ഭാര്യയും നഴ്സാണെന്നും സ്വദേശം ചെങ്ങന്നൂരാണെന്നും അറിഞ്ഞപ്പോൾ രത്നമ്മയ്ക്ക് സംശയം തോന്നി. ചാക്കോ വധക്കേസിന് മുമ്പ് നാട്ടിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടിട്ടുള്ളതിനാൽ രോഗിയെ കണ്ടപ്പോൾ അദ്ദേഹം സുകുമാരക്കുറുപ്പാണെന്ന് തനിക്ക് തോന്നിയെന്ന് അവർ പറയുന്നു. രത്നമ്മയുടെ വാക്കുകൾ പ്രകാരം അവർ രോഗിയോട് ഇങ്ങനെ ചോദിച്ചു: ഞാനും ചെങ്ങന്നൂരുകാരിയാണ്, ചെറിയ നാടാണ് എൻ്റെ വീട്, നിങ്ങളുടെ അച്ഛനെ എനിക്കറിയാം, നിങ്ങൾ സുകുമാരക്കുറുപ്പല്ലേ? അതിന് ആ വ്യക്തി അതെ എന്ന് മറുപടി പറഞ്ഞു എന്നാണ് അവരുടെ അവകാശവാദം. അല്പസമയം കഴിഞ്ഞ് രോഗിയെ വാർഡിലേക്ക് മാറ്റി. പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നുവെന്നും രത്നമ്മ പറയുന്നു. സംഭവം അന്ന് തന്നെ പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും പിന്നീട് പലതവണ മൊഴി നൽകിയിട്ടുണ്ടെന്നും 2026 ക്രൈംബ്രാഞ്ച് വീണ്ടും അവരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും അവർ വ്യക്തമാക്കി. രത്നമ്മയുടെ മൊഴി അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ ആ കണ്ട വ്യക്തി സുകുമാരക്കുറുപ്പാണെന്ന് അന്വേഷണ ഏജൻസികൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ ഈ മൊഴി ഒരു പ്രധാന അന്വേഷണ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്, സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയായിട്ടല്ല. സുകുമാരക്കുറുപ്പ് കേസ് കേരളത്തിലെ ഏറ്റവും ദുരൂഹമായ കുറ്റാന്വേഷണ കേസുകളിൽ ഒന്നായി ഇന്നും തുടരുകയാണ്. ഒരു ഇൻഷുറൻസ് തട്ടിപ്പിനായി
മറ്റൊരാളുടെ ജീവൻ അപഹരിച്ചെന്ന ഗുരുതരമായ ആരോപണം, തുടർന്ന് നടന്ന ദീർഘകാല അന്വേഷണം, 4 പതിറ്റാണ്ടിലേറെയായുള്ള ഒളിവ്, ഇടയ്ക്കിടെ ഉയരുന്ന പുതിയ വിവരങ്ങൾ എന്നിവയൊക്കെ ഈ കേസിനെ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനത്താണ് എത്തിച്ചിരിക്കുന്നത്. ഇന്നും ഏറ്റവും വലിയ ചോദ്യങ്ങൾ അതേപടി തുടരുന്നു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ എവിടെയാണ്? ഒരു നാൾ ഈ കേസ് പൂർണ്ണമായി ഉത്തരമുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഔദ്യോഗികമായ ഉത്തരമില്ല. അന്വേഷണം തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് വെക്കൂ. അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ.